നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി ഇന്ന് ഗൗതം ഗംഭീറിനെ അൺവീൽ. അദ്ദേഹവും അജിത് അഗാർക്കറും മാധ്യമങ്ങളെ കണ്ടു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കേണ്ട, രോഹിത്തിനും കോഹ്ലിക്കും എന്ത് സംഭവിക്കും? അവരുടെ ക്രിക്കറ്റിലെ ഭാവി എന്തായിരിക്കും? ഗംഭീറിന് കീഴിൽ എന്തായിരിക്കും ഭാവി? ഓൾറെഡി അവർ T20 വേൾഡ് കപ്പിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞല്ലോ. T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഇനി ODIയിൽ എത്ര കാലം, ടെസ്റ്റ് മത്സരങ്ങൾ അവർ എത്ര കാലം തുടരും? ഇതൊക്കെ ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യമാണ്. അപ്പം ഗംഭീർ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. ഇന്ത്യൻ ടീമിന്റെ കോച്ച് പറയുന്നു, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ ഓൾറെഡി ബിഗ് സ്റ്റേജിൽ കോഹ്ലിക്കും രോഹിത്തിനും ഡെലിവർ ചെയ്യാൻ കഴിയും എന്നുള്ളത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ T20 വേൾഡ് കപ്പ് ആവട്ടെ, 50 ഓവർ വേൾഡ് കപ്പ് ആവട്ടെ, അവരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ രണ്ടു പേർക്കും ഇനിയും ഒരുപാട് ക്രിക്കറ്റ് ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് കളിക്കാൻ കഴിയും. അതാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുക. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഇപ്പോൾ അടുത്ത ചാമ്പ്യൻസ് ട്രോഫി വരുന്നു, അതുപോലെ എ ബിഗ് ടൂർ ഓഫ് ഓസ്ട്രേലിയ. അപ്പോൾ ഒബ്വിയസ്ലി അവർ ഇപ്പം മോട്ടിവേറ്റഡ് ആയിരിക്കും ആ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി. ദേ ആർ മോട്ടിവേറ്റഡ് ഇനഫ്. ആൻഡ് ദെൻ പിന്നെ 2027 ODI വേൾഡ് കപ്പ് അവരുടെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും അവർക്ക് കളിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ പറയുന്നത്. ചുരുക്കത്തിൽ സീനിയർ താരങ്ങളെ നിലനിർത്താൻ തന്നെയാണ് ഗംഭീറിന്റെ പദ്ധതി എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.